നമസ്കാരം. വിദേശികളെ ബാധിക്കുന്ന ഒട്ടേറെ ചട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുതിയ താമസ നിയമം കുവൈറ്റ് ഭരണകൂടം അടുത്തിടെ പാസാക്കിയിരുന്നു. ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ചട്ടം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴ ഈടാക്കാൻ വ്യവസ്ഥയുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെ കുവൈറ്റിൽ താമസിക്കുന്ന പ്രവാസികൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. റെസിഡൻസി പെർമിറ്റ് ഇല്ലാത്തവരും പുതുക്കാത്തവരും കുടുങ്ങും. ആദ്യത്തെ ഒരു മാസം ഓരോ ദിവസത്തിനും 2 കുവൈറ്റി ദിനാർ വീതമാകും പിഴ ചുമത്തുക. ആദ്യത്തെ മാസം കഴിഞ്ഞാൽ പിഴ 4 ദിനാറായി ഉയരും. പരമാവധി പിഴത്തുക 1200 ദിനാർ ആയിരിക്കും. കാലാവധി കഴിഞ്ഞ റെസിഡൻസി പെർമിറ്റ് പുതുക്കാത്ത വീട്ടുജോലിക്കാർക്ക് ഓരോ ദിവസവും 2 ദിനാർ വീതം പിഴയുണ്ടാകും. പരമാവധി 600 ദിനാർ ആകും. പ്രസവം കഴിഞ്ഞ് 4 മാസത്തിന് ശേഷം കുഞ്ഞിന്റെ ജനന രജിസ്ട്രേഷൻ നടത്തിയില്ലെങ്കിൽ 2 ദിനാർ വീതം പ്രതിദിനം പിഴ ഈടാക്കും. 1 മാസമായിരിക്കും ഈ പിഴയുടെ കാലാവധി. 1 മാസം കഴിഞ്ഞാൽ പ്രതിദിന പിഴ 4 ദിനാറായി ഉയരും. പരമാവധി പിഴ 2000 ദിനാർ ആയിരിക്കും. താൽക്കാലിക താമസ പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കിയില്ലെങ്കിൽ 2 ദിനാർ വീതം ഓരോ ദിവസവും പിഴയുണ്ടാകും. പരമാവധി പിഴ 1200 ദിനാറും. വിസിറ്റ് വിസക്കാർ കാലാവധി കഴിഞ്ഞിട്ടും കുവൈറ്റിൽ താമസിച്ചാൽ ഓരോ ദിവസവും 10 ദിനാർ വീതം പിഴ ഈടാക്കും. പരമാവധി പിഴയായി 2000 ദിനാർ ചുമത്തും. 10 ലക്ഷത്തോളം ഇന്ത്യക്കാർ കുവൈറ്റിലുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് കുവൈറ്റ്. കുവൈറ്റിലെ പിഴ സംഖ്യാരൂപയിൽ കണക്കാക്കുമ്പോൾ വലിയ വ്യത്യാസമുണ്ടാകും. കാരണം ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കറൻസിയാണ് കുവൈറ്റ് ദിനാർ. 278.119 രൂപയാണ് ഒരു കുവൈറ്റ് ദിനാറിന്റെ ഇന്നത്തെ മൂല്യം. കുവൈറ്റുമായി സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. 2024 കണക്കുകൾ പ്രകാരം കുവൈറ്റ് ജനസംഖ്യയിൽ 68.3% പേരും പ്രവാസികളാണ്. കഴിഞ്ഞ ജൂൺ അവസാനത്തോടെ കുവൈറ്റിലെ ജനസംഖ്യ 49,18,570 ആയിരുന്നു. കുവൈറ്റ് പൗരന്മാർ കഴിഞ്ഞാൽ കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ രാജ്യക്കാരുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. മൊത്തം ജനസംഖ്യയുടെ 21% ഇന്ത്യക്കാർ. അതായത് ഓരോ 10 പേരെ എടുത്താലും അതിൽ ശരാശരി 2 അതിലധികമോ പേർ ഇന്ത്യക്കാരായിരിക്കും. ഈജിപ്തുകാരാണ് ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്തുള്ളത്. ജനസംഖ്യയുടെ 13% ഈജിപ്തുകാർ. ബംഗ്ലാദേശികൾ 6%, ഫിലിപ്പീൻസിൽ നിന്നുള്ളവർ 5% വരും. നേപ്പാൾ, സൗദി അറേബ്യ, ശ്രീലങ്ക, സിറിയ എന്നീ രാജ്യക്കാർ ജനസംഖ്യയുടെ 3% വീതം വരും. ബാക്കിയുള്ള 11% മറ്റു രാജ്യത്തു നിന്നുള്ളവർ. കുവൈറ്റിലെ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമായി ആകെ തൊഴിൽ ചെയ്യുന്ന വ്യക്തികളുടെ എണ്ണം 21,78,008 ആണ്. ഇവരിൽ 5,16,397 പേർ പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇത് മൊത്തം തൊഴിലാളികളുടെ 24% വരും. ബാക്കി 76% തൊഴിലാളികൾ അല്ലെങ്കിൽ 16,61,611 പേർ സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ത്യ ക്രൂഡ് ഓയിലിന് വേണ്ടി ആശ്രയിക്കുന്ന 6ാമത്തെ രാജ്യം കൂടിയാണ് കുവൈറ്റ്. സഹകരണം ശക്തമാക്കിയെങ്കിലും നിയമം ലംഘിച്ചുള്ള നിരവധി ഇന്ത്യക്കാരെ കുവൈറ്റ് നാട് കടത്തിയിട്ടുണ്ട്. ട്രാഫിക്, താമസ, വിസ നിയമം തുടങ്ങിയവ ലംഘിക്കുന്നവരെ പിടികൂടാൻ കുവൈറ്റ് ഭരണകൂടം പ്രത്യേക ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വിസ, റെസിഡൻസി പെർമിറ്റ് കാലാവധി കഴിയുന്ന തീയതി പരിശോധിച്ച് രേഖകൾ ശരിപ്പെടുത്താൻ പ്രവാസികൾ ജാഗ്രത പാലിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.